ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. കണ്ണിനും മനസ്സിനും കുളിർമയായി നാഗലശ്ശേരി പഞ്ചായത്തിലെ മാങ്ങാട്ടുകുളം 1 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച കുളം നാടിന് സമർപ്പിച്ചു. മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന തൃത്താലയെ ജലസംഭരണികളും പൊതുകുളങ്ങളും നിർമ്മിച്ച് ജലസമൃദ്ധമാക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. തൃത്താലയിലെ ജലസ്രോതസ്സുകളെ പുനരുജ്ജീവിപ്പിക്കുക, ജലസംരക്ഷണം, കൃഷിയുടെ പ്രോത്സാഹനം, മണ്ണ് സംരക്ഷണം, നീർത്തട വികസനം, പിന്നെ ശുചിത്വം, സംരംഭകത്വ വികസനം, ഇതെല്ലാം ചേർത്ത് സമഗ്ര വികസനത്തിന്, സുസ്ഥിരമായ വികസനത്തിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് സുസ്ഥിര തൃത്താല. വെറുതെ കൊടുത്ത പേരല്ല, ആലോചിച്ച് നിശ്ചയിച്ചു കൊടുത്ത പേരാണ്. അപ്പോൾ എങ്ങനെയാണ് ജലം സംരക്ഷിക്കാൻ പറ്റുക? നമ്മളോട് വിദഗ്ധന്മാരെല്ലാം ചൂണ്ടിക്കാണിച്ചു. ആദ്യത്തെ മീറ്റിംഗ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പരിതൂരിലെ ബാങ്ക് ഹാളിൽ വെച്ചാണ്. അതിൽ പ്ലാനിംഗ് ബോർഡ് മെമ്പർമാർ, അതുപോലെ തന്നെ കാർഷിക യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ, ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ, ഇങ്ങനെ എല്ലാവരെയും നമ്മൾ ഭൂജല വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ഇറിഗേഷനിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയ എല്ലാ വകുപ്പുകളിലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ച കാര്യം, ഭൂമിയിൽ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റണം, സംഭരിക്കാൻ കഴിയണം. നാഗലശ്ശേരി മാങ്ങാട്ടുകുളം നവീകരിച്ചതോടെ നാടിൻ്റെ പ്രധാന ആകർഷണ കേന്ദ്രമാവുകയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം ആളുകൾ കുളം കാണാനും നീന്താനും ഉല്ലസിക്കാനുമായി ഇവിടെ എത്തുന്നുണ്ട്. വർണ്ണക്കാഴ്ചകളുമായി സ്ഥിതി ചെയ്യുന്ന കുളത്തിലെ തെളിമയുള്ള ജലം കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്നുണ്ട്. ₹1 കോടി വിനിയോഗിച്ചാണ് മാങ്ങാട്ടുകുളം നവീകരിച്ചത്. 30 വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടത്തിയ സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭൂഗർഭ ജലവിധാനത്തിൽ സെമി ക്രിറ്റിക്കൽ നിലയിലായിരുന്ന തൃത്താലയെ വെള്ളം സംഭരിച്ചു നിർത്താൻ കഴിയുന്ന പ്രദേശമാക്കി മാറ്റാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. ഭൂപ്രകൃതിയുടെ പ്രത്യേകത, ചെരിവ് ഒക്കെ കാരണം മഴ എത്ര കിട്ടിയാലും വെള്ളം ഒഴുകി പുഴയിലേക്ക് പോവാണ്. ഭൂമിക്കടിയിലേക്ക് വെള്ളം ഇറങ്ങുന്നില്ല. അതുകൊണ്ടാണ് തൃത്താല ഭൂഗർഭ ജലവിധാനത്തിൽ സെമി ക്രിട്ടിക്കലായ ഒരു ബ്ലോക്കായിട്ട് മാറിയത്. ഭൂമിക്കടിയിൽ വെള്ളം എത്തുന്നില്ല. ഇങ്ങനെ പോയ കുറച്ചു കാലം കഴിയുമ്പോൾ തരിശായിട്ട് മാറും. പണ്ട് വലിയ കൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണല്ലോ. കൃഷി ചെയ്യാൻ തന്നെ പറ്റാത്ത നിലയിലെത്തും എന്ന് പലരും ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ നമ്മൾ ആവിഷ്കരിച്ച പദ്ധതിയാണ് സുസ്ഥിര തൃത്താല. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ, KV ഉണ്ണികൃഷ്ണൻ, മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ബിജു, അസിസ്റ്റന്റ് എഞ്ചിനീയർ റജീന വളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.